ഒരു മദ്യപാനി അല്ലെങ്കിൽ നിസ്കരിക്കാത്തവർ തുടങ്ങിയ ദീനീ ബോധമില്ലാത്തവരെയാണ് ചിക്കൻ സ്റ്റാളുകളിൽ ജോലിക്ക് നമ്മളിപ്പോൾ കാണാറുള്ളത്. അങ്ങനെ ജോലിക്ക് നിർത്തുന്ന ആളുകൾ അറക്കുന്ന ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അത് അറവ് ശരിയാകുമോ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ അമലുകളാണ് പറയാറുള്ളത് അല്ലേ? യൂട്യൂബിലൂടെ നമുക്ക് ആവശ്യമുള്ള അമലുകളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ നമ്മൾ കോഴി, മീൻ, ചിക്കൻ, ബീഫ്, ആടൊക്കെ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ആളുകളും ചോദിക്കാറുള്ള സംശയങ്ങളാണ്. പല ആളുകളും ഉസ്താദുമാരോടും പള്ളിയിലൊക്കെ ഖത്തീബുമാരോടൊക്കെ ചോദിക്കാറുള്ള സംശയങ്ങളാണ്. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും അതിൻ്റെ ഉത്തരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇത് നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അത് അയച്ചു കൊടുക്കണം കേട്ടോ. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ കടയിൽ നിന്ന് ചിക്കനൊക്കെ മേടിക്കുമല്ലോ അല്ലേ? ഒരു മദ്യപാനി അല്ലെങ്കിൽ നിസ്കരിക്കാത്തവർ തുടങ്ങിയ ദീനീ ബോധമില്ലാത്തവരെയാണ് ചിക്കൻ സ്റ്റാളുകളിൽ ജോലിക്ക് നമ്മളിപ്പോൾ കാണാറുള്ളത്. അങ്ങനെ ജോലിക്ക് നിർത്തുന്ന ആളുകൾ അറക്കുന്ന ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അത് അറവ് ശരിയാകുമോ എന്നാണ് സംശയം. ശരിക്കും അതിൻ്റെ ഉത്തരം അറവ് ശരിയാവും. നമുക്കത് ഭക്ഷിക്കാം, കുഴപ്പമില്ല. അറക്കുന്നവൻ ഏത് രീതിയിലുള്ള മുസ്ലിം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് കഴിക്കാം കേട്ടോ. അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചില ആളുകളുണ്ടാവും ചിക്കൻ കടയിൽ നിന്നും ചിക്കൻ കൊടുന്നാൽ ചിലപ്പോൾ അറുത്തത് ശരിയായിട്ടില്ല, അതൊന്നും കഴിക്കൂല. ശരിക്കും അങ്ങനെ കഴിക്കാം. ശരിക്കും ദീനുള്ളവൻ അറക്കലാണ് നല്ലത് കേട്ടോ. അടുത്തതായിട്ട്, മദ്യലഹരിയിലുള്ളവർ അറുത്തത് ഭക്ഷിക്കാമോ? ഇപ്പോൾ കള്ള് കുടിച്ച് വന്നിട്ട് ഉള്ള ബീഫും ചിക്കനൊക്കെ അറക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അറുത്തത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ശരിക്കും അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലാണ് നല്ലത് കേട്ടോ. സ്ത്രീകൾ അറുത്തത് ഭക്ഷിക്കാമോ? സ്ത്രീകൾ അറുത്തത് ഭക്ഷിക്കാമോ? അതെന്തും, ചിക്കൻ, ബീഫ്, മട്ടൻ എന്തോ ആവട്ടെ, സ്ത്രീകൾ അറുത്തത് ഭക്ഷിക്കാമോ? അത് ശർവാനിയിൽ പറയുന്നുണ്ട്, അത് ഭക്ഷിക്കാം, അതിന് കുഴപ്പമില്ല, സ്ത്രീകൾക്ക് അറവ് നടത്താം. ആർത്തവക്കാരിയാണെങ്കിലോ? എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അറക്കാം, ഭക്ഷിക്കാം, കുഴപ്പമില്ല. അതും ശർവാനിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഊമയായവൾ അറുത്തതാണെങ്കിലോ? സംസാരശേഷി ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ അറക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, ഹലാലാണ്, അറക്കാൻ പറ്റും. കുട്ടികൾക്ക് അറുക്കാമോ? പ്രായപൂർത്തിയാവൽ അറവ് നടത്തുന്നതിൻ്റെ ഷർത്താണോ? കുട്ടികൾക്ക് അറക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മുസ്ലിമായ വകതിരിവുള്ള കുട്ടി അറുത്താൽ മതിയാകും. വകതിരിവില്ലാത്തവർ അറുത്തത് കറാത്താണ്, ഒഴിവാക്കലാണ്. ചെറിയ കുട്ടികളൊക്കെ അറുത്ത് ഒഴിവാക്കലാണ് നല്ലത്. തൂഫയിൽ പറയുന്നുണ്ട്. ചില കച്ചവടക്കാർ ഒറ്റക്ക് കോഴിയെയും പോത്തിനെയും ആടിനെയൊക്കെ അറക്കാറുണ്ട്. കടയിൽ ആളുണ്ടാവില്ല, ഒറ്റക്ക് പിടിച്ചിട്ട് അറക്കലുണ്ട്. അത് ശരിയാകുമോ? നമുക്കത് കഴിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള ആളുകളുണ്ടാവും. അവരോട് പറയാനുള്ളത്, ആ അറവ് ശരിയാവും. കാരണം ഒന്നിലധികം ആളുകൾ ഉണ്ടാവുക എന്നത് അറവിൻ്റെ ഷർത്തിൽപ്പെട്ടതല്ല. അന്നനാളവും ശ്വാസനാളവും മുറിയണമെന്നാണ് ഷർത്ത്. അപ്പോൾ ഒരാൾ അറുത്താൽ മതി. അയാൾക്ക് മികവുണ്ടെങ്കിൽ അയാൾക്ക് അറക്കാൻ പറ്റും. കണ്ണ് കാണാത്ത ആളാണെങ്കിൽ അയാൾക്ക് അറക്കാൻ പറ്റുമോ? കോയിനും ബീഫിനെ അറക്കാൻ പറ്റുമോ? അയാൾ അറക്കൽ കറാത്താണ്. ശരിക്കും അയാൾ അറക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് തൂഫയിൽ പറയുന്നത്. അറുക്കാൻ ഏറ്റവും യോഗ്യൻ ആരാണ്? ഇത്തരം വിഷയങ്ങൾ അറവ് നടത്താൻ ഏറ്റവും യോഗ്യൻ ആരാണ്? ബുദ്ധിയുള്ള മുസ്ലിമായ പുരുഷൻ, പിന്നെ സ്ത്രീ, പിന്നെ കുട്ടി. നോക്കണം നിങ്ങൾ, ബുദ്ധിയുള്ള മുസ്ലിമായ ഒരു പുരുഷൻ, അത് കഴിഞ്ഞാൽ സ്ത്രീ, അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി. ഇങ്ങനെയാണ് ശർവാനിയിൽ പറയുന്നത്. യാത്രയിലും മറ്റും ഹോട്ടലിൽ കയറി ബീഫോ ചിക്കനോ വാങ്ങി കഴിക്കുമ്പോൾ അറുത്തത് ആരാണെന്നറിയാതെ തിന്നാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ? ഒന്ന് ഉറങ്ങി നീച്ചപ്പോൾ പെടലി ഒന്ന് വെട്ടി. ഇപ്പോൾ തല ഇങ്ങനെ ആക്കാൻ വയ്യ, ഭയങ്കര വേദന. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടങ്ങറായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ വിഷയം, യാത്രയിലും മറ്റു ഹോട്ടലിൽ കയറി ബീഫോ മറ്റു കാര്യങ്ങളോ കഴിക്കുമ്പോൾ അത് അറുത്തത് ആരാണെന്നറിയാതെ നമുക്കത് കഴിക്കാൻ പറ്റുമോ? ഇസ്ലാമിക രാജ്യങ്ങൾ പോലെ മുസ്ലിമീങ്ങൾ കൂടുതലുള്ള പ്രദേശമാണെങ്കിൽ ഭക്ഷിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ അറുത്തവൻ നേരിട്ട് പറഞ്ഞാലും അത് കഴിക്കാം. ഞാനാണ് അറുത്തതായിട്ട് കഴിച്ചോളി, കുഴപ്പമില്ല, ഹലാലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. അല്ലെങ്കിൽ അത് ഹറാമാണ്. ഓക്കെ. മത്സ്യത്തെ അറുക്കേണ്ടതുണ്ടോ? കൂടുതൽ സമയം കരയിൽ ജീവനോടെ ഇരിക്കുന്ന വലിയ മത്സ്യത്തെ അറുക്കൽ സുന്നത്താണ്.
അതുപോലെ ചെറിയവയെ അറുക്കൽ കറാത്തുമാണ്. അറുത്തന്നെ കഴിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് കേട്ടോ അത്. പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഉറുമ്പ് ഭക്ഷണത്തിൽ വെന്തു കലർന്നു പോയി എങ്കിൽ ആ ഭക്ഷണം കഴിക്കാമോ? ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭക്ഷിക്കാം. ഹാനികരമാവുമെങ്കിൽ അത് ഹറാമാണ്. മാങ്ങ, ആപ്പിൾ എന്നിവയിൽ പുഴു ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമോ? അതിൽ നിന്നും തന്നെ ജനിച്ചുണ്ടായ പുഴുവാണെങ്കിൽ അവ ഭക്ഷിക്കാം, കുഴപ്പമില്ല. പുഴുവുള്ള ഭാഗം ചെത്തിക്കളഞ്ഞാലും മതി. കടന്നൽ കൂടിന് തീ വെക്കാൻ പറ്റുമോ? ചുട്ടുകരിക്കാൻ അള്ളാഹുവിന് മാത്രമല്ലേ അവകാശമുള്ളൂ. തീ വെച്ചാലേ നശിക്കൂ എന്നുണ്ടെങ്കിൽ തീ വെക്കാം, കുഴപ്പമില്ല കേട്ടോ. തൂഫയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറുക്കുന്നതിനിടയിൽ കത്തി താഴെ വീണു വീണ്ടുമെടുത്തു അറുത്തു എന്നാൽ ആ അറവ് ശരിയാവുമോ? അറക്കുന്നതിനിടയിൽ ആ കത്തി താഴെ വീണു, അത് വീണ്ടും എടുത്ത് അറത്താൽ ആ അറവ് ശരിയാവുമോ? കാരണമില്ലാതെ കത്തി ഉയർത്താൻ പാടില്ല. അറക്കുന്ന അറവിനിടയിൽ പെട്ടെന്ന് കത്തി താഴെ വീണു, അപ്പോൾ തന്നെ എടുത്ത് നമുക്ക് അറക്കാം, കുഴപ്പമില്ല. അല്ലാതെ വെറുതെ കത്തി താഴെ പൊക്കി കളിച്ചാൽ ആ അറവ് ശരിയാവില്ല കേട്ടോ. ആടുമാടുകളെ അറുക്കൽ കിടത്തേണ്ടത് എങ്ങനെയാണ്? ഇടത് ഭാഗത്തിന്മേൽ ചെരിച്ചാണ് കിടത്തേണ്ടത്, അതാണ് സുന്നത്ത്. അറുക്കുന്നതിൻ്റെ മുമ്പ് ജീവിക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ടോ? ശരിക്കും ഉണ്ട്, സുന്നത്താണ്. കാരണം അത് മൃഗത്തിൻ്റെ തോല് പൊളിക്കാൻ എളുപ്പമാക്കും. തൂഫ ഷെർവാനിയിലൊക്കെ അത് പറയുന്നുണ്ട്. അറവ് മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കത്തി മൂർച്ച കൂട്ടാൻ പാടുണ്ടോ? അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇങ്ങനെ മൂർച്ച കൂട്ടും. കോഴിക്കടയിലൊക്കെ പോയാൽ കാണാം അല്ലേ. അത് കറാത്താണ്, ഒഴിവാക്കലാണ് നല്ലത് കേട്ടോ. ഒരു മൃഗത്തിൻ്റെ മുമ്പിലിട്ട് മറ്റൊരു മൃഗത്തെ അറുക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്, കറാത്താണ്, ക്രൂരതയാണ്, ചെയ്യാൻ പാടില്ല. അറുത്ത മൃഗത്തിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് തോല് പൊളിക്കാനും മറ്റും പാടുണ്ടോ? അത് പറയുന്നത് ഇല്ല, കറാത്താണ്, ചെയ്യാൻ പാടില്ല. അത് പൂർണ്ണമായി ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. അറവ് മൃഗത്തിൻ്റെ ഏതു ഭാഗമാണ് കിബിലക്ക് നേരെ വെക്കേണ്ടത്? അറക്കുന്ന ഭാഗം മുഖമല്ല, അറക്കുന്ന ഭാഗമാണ് വെക്കേണ്ടത്, മുഖമല്ല. എങ്കിലേ അറുക്കുന്നവനും കിബിലക്ക് മുന്നിടാൻ കഴിയുകയുള്ളൂ. ഇത് രണ്ടും സുന്നത്താണ്. റോഡരികിൽ വെച്ച് അറവ് നടത്തുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പൊതുവഴിയിൽ മൂത്രമൊഴിക്കുന്നത് പോലെ അതും കറാത്താണ്, എന്നാൽ ഹറാമാണെന്നാണ് ഇഹിയായിലുള്ളത്. തൗഫയിൽ പറയുന്നു, റോഡിൽ അറവ് മാലിന്യം തള്ളുന്നത് സാമൂഹിക വിരുദ്ധം മാത്രമല്ല ഇസ്ലാമിക വിരുദ്ധവുമാണ്. അറുക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്നാണ് ചൊല്ലേണ്ടത്. ബിസ്മി ചൊല്ലാതെ അറുത്തത് ഹലാലാണോ? ബിസ്മി ചൊല്ലാതെ അറുത്തത് ശരിക്കും ഹലാലാകുമോ? കഴിക്കാൻ പറ്റുമോ? ഹലാലാണ്, കാരണം ബിസ്മി ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, മനഃപൂർവ്വം ബിസ്മി ഒഴിവാക്കിയാൽ അത് ഭക്ഷിക്കൽ ഹലാലാവില്ല എന്നാണ്. മീൻ പിടുത്തക്കാരൻ വലയെറിയുമ്പോൾ മുകളിൽ പറഞ്ഞവ ചൊല്ലൽ സുന്നത്തുണ്ടോ? മീൻ പിടിക്കുന്ന ആൾക്കാർ അവർ ഈ മീൻ പിടിക്കുന്നതിന് മുമ്പ് ഈ മേൽ പറഞ്ഞത് ചെല്ലുന്നതിന് എന്തെങ്കിലും പ്രത്യേക സുന്നത്തുണ്ടോ? ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്ന് പറയൽ സുന്നത്തുണ്ട് കേട്ടോ. ജീവികളെ ആവശ്യമില്ലാതെ കൊന്നു രസിക്കുന്നത് തെറ്റല്ലേ? അത് ഹറാമാണ്. ഉറുമ്പുകളെ മേടിക്കൊല്ലുക, പാറ്റകളെ പിരിച്ചു കൊല്ലുക, അതൊക്കെ ഭയങ്കര തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാതെ കൊല്ലരുത്. തത്ത, ലവ് ബേർഡ്സ് തുടങ്ങിയ വർണ്ണം കൊണ്ടോ ശബ്ദം കൊണ്ടോ ഉപകാരമുള്ള പക്ഷികളെയും മറ്റും കൂട്ടിലിട്ട് വളർത്താറുണ്ട്. ഇത് ശരിയാണോ? അവയെ തുറന്നു വിടുകയല്ലേ വേണ്ടത്? അത്തരം ജീവികളെ കൂട്ടിലിട്ട് വളർത്തൽ അനുവദനീയമാണ്, കുഴപ്പമില്ല കേട്ടോ. അന്യ വ്യക്തിയുടെ പറമ്പിൽ വീണ് കിടക്കുന്ന മാമ്പഴം, ചക്ക തുടങ്ങിയവ അനുവാദമില്ലാതെ എടുക്കാമോ? മതിൽ കെട്ടിനകത്ത് വീണത് എടുക്കൽ ഹറാമാണ്. മതിലില്ല എന്നാലും ഉടമസ്ഥന് തൃപ്തിയില്ലാത്തതാണെങ്കിൽ ഹറാമാണ്. എന്നാൽ ഉടമസ്ഥന് വിരോധമില്ല എന്ന് ഭാവനയുണ്ടെങ്കിൽ എടുക്കൽ അനുവദനീയമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സംശയം. ഇതുപോലെ തന്നെ ഭക്ഷിക്കാവുന്ന ചില ജീവികൾ. ഉടുമ്പിനെ ഭക്ഷിക്കൽ ഹലാലാണോ? അതേ, ഹലാലാണ്. മലയണ്ണാനെ ഭക്ഷിക്കാമോ? അതേ, ഭക്ഷിക്കാം. മാനിറച്ചി കഴിക്കൽ ഹലാലാണോ? അതേ, ഹലാലാണ്. പക്ഷേ
നിയമവിരുദ്ധമാണ്. ഇന്ത്യൻ നിയമവിരുദ്ധമാണ് മാനിറച്ചി കേട്ടോ. കാട്ടുപൂച്ചയെ കഴിക്കാൻ പറ്റുമോ? പറ്റില്ല, അത് ഹറാമാണ്. കോവർ കഴുതയും കുതിരയും ഇണ ചേർന്നുണ്ടാകുന്ന സന്താനം ഭക്ഷ്യയോഗ്യമാണോ? അല്ല, അത് ഹറാമാണ്. കുതിരയിറച്ചി ഹലാലാണോ? അതെ, ഹലാലാണ്. കഴുതയിറച്ചി തിന്നാമോ? കാട്ടുകഴുതയാണെങ്കിൽ തിന്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നിട്ടുമുണ്ട്. ബുഖാരി, മുസ്ലിം, തൂഫയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകഴുതയോ? അത് ഹറാമാണ്. കാട്ടുപോത്ത് ഹലാലാണോ? അതേ, ഹലാലാണ്. കുരങ്ങിനെ തിന്നാമോ? പറ്റില്ല. കരടിയെ ഭക്ഷിക്കാമോ? ഇല്ല. ആന, സിംഹം, പുലി തുടങ്ങിയ മൃഗങ്ങളെയൊന്നും ഭക്ഷിക്കാൻ പറ്റില്ല. കാക്കയെ തിന്നാമോ? ഇല്ല, പറ്റില്ല. കൊല്ലൽ സുന്നത്തായ ജീവികൾ ഏതെല്ലാമാണ്? പാമ്പ്, തേള്, പരുന്ത്, വെളുപ്പും കറുപ്പും നിറമുള്ള കാക്ക, എലി. ആക്രമിക്കുന്ന മുഴുവൻ മൃഗങ്ങളെയും കൊല്ലാൻ കുഴപ്പമില്ല. തുഫയിൽ പറയുന്നുണ്ട്. പേനിനെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. ഷെർവാനിയിൽ പറയുന്നു. കൊതുകിനെ കൊല്ലുന്നതിൽ പുണ്യമുണ്ടോ? ഉണ്ട്, സുന്നത്താണ്. മൂട്ട, കടന്നൽ തുടങ്ങിയ ശല്യക്കാരെ കൊല്ലാമോ? കൊല്ലൽ സുന്നത്താണ്. കരിവണ്ടിനെ കൊല്ലാമോ? കറാത്താണ്. തത്തയെ തിന്നാമോ? ഇല്ല, ഹറാമാണ്. മയിലിൻ്റെ മാംസം തിന്നാമോ? ഇല്ല, ഹറാമാണ്. ഒട്ടകപക്ഷിയുടെ വിധി എന്താണ്? അതിൻ്റെ മാംസവും മുട്ടയും ഹലാലാണ്. തൂഫയിൽ പറയുന്നു. കൊക്കിൻ്റെ കാര്യമോ? അതും ഹലാലാണ്. പ്രാവിനെ തിന്നാമോ? അതേ, ഹലാലാണ്. വവ്വാലിനെ തിന്നാമോ? പാടില്ല. ഒറ്റയടിക്ക് പല്ലിയെ കൊന്നവന് പ്രത്യേക കൂലിയുണ്ട് എന്ന് കേൾക്കുന്നു, ശരിയാണോ? അത് ശരിയാണ്. ഒറ്റയടിക്ക് തന്നെ പല്ലിയെ കൊന്നവന് 100 കൂലി കിട്ടും. രണ്ടാമത്തെ അടിക്കാണ് കൊന്നതെങ്കിൽ അതിലും കുറഞ്ഞ കൂലിയും, മൂന്നാമത്തെ അടിക്കാണ് കൊല്ലുന്നത് എങ്കിലും കുറഞ്ഞ കൂലിയെങ്കിലും ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തുഹഫയിലും മുസ്ലിമിലൊക്കെ അത് പറയുന്നുണ്ട്. സ്രാവ് ഹലാലാണോ? ഹലാലാണ്. തവളയെ കൊല്ലാമോ? ഇല്ല. തവളയെ തിന്നാമോ? ഇല്ല, ഹറാമാണ്. ആട് പ്രസവിച്ചു, പക്ഷേ കുട്ടി പട്ടിക്കുട്ടിയുടെ രൂപമാണ് എങ്കിലത് എന്തു ചെയ്യും? ഏതെങ്കിലും നായ ആ ആടുമായി ഇണ ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ അത് ഹറാമും, ഉറപ്പില്ലെങ്കിൽ ഹലാലുമാണ്. കാരണം സൃഷ്ടിപ്പ് ചിലപ്പോൾ പതിവിന് വിപരീതമായ രൂപത്തിലും ഉണ്ടാവാറുണ്ട്. എങ്കിലും അത് ഉപേക്ഷിക്കണമെന്നാണ് സൂക്ഷ്മത. ചാണകം പോലുള്ള നജസായവ, വളമിട്ട് വളർത്തിയ മരത്തിൻ്റെ പഴം, കായ, തേങ്ങ എന്നിവ ഭക്ഷിക്കാമോ? ഓ, ഭക്ഷിക്കാം. രാപ്പാടി പക്ഷിയെ ഭക്ഷിക്കാമോ? ഭക്ഷിക്കാം. കിണറിലെ വെള്ളത്തിൽ കിടന്ന് മത്സ്യം ചാവുകയും തുടർന്ന് വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്താൽ ആ വെള്ളം കൊണ്ട് ഒളു എടുക്കാമോ? എടുക്കാം. കാരണം മത്സ്യത്തിൻ്റെ ശവം ശുദ്ധിയുള്ളതാണ്. ശുദ്ധിയുള്ള വസ്തു കലർന്ന് വെള്ളം പകർച്ചയായാലും അശുദ്ധമാവില്ല. എന്നാൽ മീൻ ജീർണിച്ച് അതിൻ്റെ ഭാഗങ്ങൾ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ഒളു എടുക്കാൻ പറ്റുകയില്ല. എങ്കിലും വെള്ളം മുത്തനജസല്ല. കാഷ്ടം പോലുള്ള നജസ് ഭക്ഷിക്കുന്ന കോഴിയെയും മറ്റും തിന്നാമോ? ഇറച്ചിയുടെ മണമോ രുചിയോ നിറമോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ കറാഹത്താണ്, ഇല്ലെങ്കിൽ കറാഹത്തില്ല. അവിടെ മുട്ടയോ? അതും അപ്രകാരം തന്നെ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ചില സംശയങ്ങളും മറുപടികളുമാണ്.